ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ വിതുമ്പി കുടുംബം. ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ എത്തിയതായിരുന്നു കുടുംബം. തിരുവനന്തപുരത്തെ സുനിൽ വാക്സ് മ്യൂസിയത്തിൽ ആണ് ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണകായ മെഴുകു പ്രതിമ സ്ഥാപിക്കുന്നത്. ഈ പ്രതിമ നാളെ പുതുപ്പള്ളി പള്ളിയിൽ പ്രദർശിപ്പിക്കും. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മറ്റ് മഹാന്മാരായ വ്യക്തികളുടെ പ്രതിമയോടൊപ്പം തന്നെ എന്റെ പിതാവിന്റെ പ്രതിമ വാക്സ് മ്യൂസിയത്തിൽ വാക്സ് പ്രതിമ സ്ഥാപിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ അതേ ഛായയിൽ ഒരു പ്രതിമ നിർമ്മിക്കുക, അദ്ദേഹത്തിന്റെ ഓർമ്മയോടനുബന്ധിച്ച് തന്നെ, അത് നാളെയാണ് ഓർമ്മ ദിവസം 18-ാം തീയതി. ആ ഓർമ്മയോടനുബന്ധിച്ച് തന്നെ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രിയപ്പെട്ട സുനിലിനോട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഏത് മാനസികാവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മരണം നമ്മളെ വേർപെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു വിടവ് പിന്നെ അവരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഒരു വർഷമായിട്ട് ഉമ്മൻചാണ്ടി ഹൃദയത്തിൽ മാത്രം ജീവിക്കുന്നു. പെട്ടെന്ന് ഈ പ്രതിമ കണ്ടപ്പോൾ അദ്ദേഹം ജീവനോടെ വന്നടുത്ത് നിൽക്കുന്നു എന്ന് തോന്നി. അപ്പോൾ ഒത്തിരി മനസ്സിലെ പല വികാരങ്ങളും വന്നു. ആ സ്നേഹത്തിൽ ചാലിച്ച സുനിൽ ചെയ്ത ഈ വാക്സിൽ അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതേസമയം വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവാണ്. ഓർമ്മയായി ഒരു വർഷം എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല. പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഇന്നും ഒഴിയാത്ത ജനപ്രവാഹമാണ്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പഞ്ചായത്തിൽ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അതൊരു കോറിയാണ്. എൻ്റെ വാർഡ് ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് അത് പോയത്. അന്ന് അത് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു കോറി പ്രവർത്തിച്ചിരുന്നു. പറഞ്ഞതിൻ്റെ പുറത്ത് നമ്മൾ കശീനെ നേരിട്ട് കാണാൻ വേണ്ടി ക്ലിഫ് ഹൗസിൽ ട്രിവാൻഡ്രത്ത് പോയതാണ്. ആ കശീരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിലുള്ള അതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെട്ടപ്പം അപ്പോഴും തന്നെ മുഖ്യമന്ത്രി കളക്ടറെ വിളിച്ച് പറഞ്ഞ് നമ്മൾ ഉച്ചയോടുകൂടി കാണുന്നത് നമുക്കൊരു 4 മണിയോടുകൂടി കശി ഓർഡർ ഇറക്കുകയാണ്. പിറ്റേന്ന് തൊട്ട് ഏകദേശം 37 ദിവസത്തോളം ഈ കോറി പൂട്ടിയായിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് കടന്നെങ്കിലും നിത്യശാന്തതയുടെ ഇടമായി ഈ കല്ലറ മാറി. എല്ലാ ഞായറാഴ്ചയും സഹായം തേടിയെത്തിയിരുന്നവർ ഇപ്പോഴും വരുന്നുണ്ട്. പലരും കല്ലറയിൽ ഒരു നിവേദനം വെച്ച ശേഷമാണ് MLA കാണുന്നത്. എനിക്കൊരു അസുഖമുണ്ട്, കിഡ്നി ഡിസീസ്. ഒരെണ്ണം പോയി, ഒരെണ്ണം ചുരുങ്ങിപ്പോയി, ഒന്ന് ശകലമേ ഉള്ളൂ. അപ്പോൾ അത് മാറി വെക്കണമെങ്കിൽ ഡോണറെ കിട്ടണം, സാമ്പത്തിക സഹായം വേണം. ഇപ്പോൾ ഡോണർക്ക് പൈസ കൊടുക്കണ്ടായോ? ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനോട് പോയി അതിനൊരു അപേക്ഷ എൻ്റെ ഉണ്ട്, അതിൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ സാറിനൊരു നിവേദനം വെച്ചിട്ട് നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ച. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ വിട ഓർത്തുകൊണ്ടാണ് അവർ ഓരോരുത്തരും മടങ്ങിയത്. പുള്ളി ചെയ്തു വെച്ചതിൻ്റെ നല്ല ഫലങ്ങൾ, അതായത് പുള്ളി ചെയ്ത് ഓരോന്നും ഇപ്പോൾ നമ്മൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉദാഹരണം ഇപ്പോൾ ഒരു വിഴിഞ്ഞം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ പുള്ളി ചെയ്തതിൻ്റെ ബാക്കികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ പുള്ളി ചെയ്ത പോലെ വേറെ ആർക്കും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അവർക്കറിയാമല്ലോ. അതുകൊണ്ട് ദിവസവും ഇവിടെ കൂടുകയാണ്. ഈ കാണുന്ന പോലെ ഒന്നും അല്ല, ദിവസവും കൂടുക. ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയും ഇതിനോടൊപ്പം കൂടുതൽ വളർന്നു. തീർത്ഥാടന പാക്കേജുകളിൽ വരെ പള്ളി ഇടം പിടിച്ചു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പല ദേശങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ തന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ദിവസേന വരുന്നുണ്ട്. ടൂർ പ്രോഗ്രാമിന് വരുന്ന ആൾക്കാർ ഇവിടെ ഇതൊരു ടൂർ പോയിന്റ് ആക്കി ഇവിടെ ആൾക്കാർ വന്നു, പള്ളിയിൽ വന്നു, ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു.
പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. എപ്പോഴും ആൾക്കാരുടെ ഒരു ഒഴുക്ക് തന്നെയുണ്ട്. വിപുലമായ പരിപാടികളോടെ നാളെ കുഞ്ഞുഞ്ഞിന്റെ 1-ാം വാർഷികം ആചരിക്കും. ചില ബന്ധങ്ങൾ അവസാനിക്കാറില്ല എന്ന് പറയാറുണ്ട്. പുതുപ്പള്ളിയിലെ ഈ കല്ലറ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെയും കൈവിടുന്നില്ല. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ജമ്മു